ഈ അനുഭവം ആരുടേതാണെന്നറിയോ? ഗിരിജ ചേച്ചി. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഗിരിജ ചേച്ചിയാണ്. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിനെ സ്വന്തം വീട് പോലെ കൊണ്ട് നടക്കുന്ന, കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്ന. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പണി വളരെ കുറവാണ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഞാൻ ഗ്രൂപ്പിൽ എപ്പോഴെങ്കിലും കയറാറുള്ളൂ. എനിക്ക് പേഴ്സണൽ മെസ്സേജുകൾക്ക് തന്നെ മറുപടി കൊടുക്കാൻ ഇഷ്ടംമാതിരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ ഓരോ നിമിഷവും എന്താണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് വീക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നോക്കുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മുടെ അഡ്മിൻസ് ആയിട്ടുള്ള ദൃശ്യയും അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. എനിക്ക് പണിയില്ല. അതുകൊണ്ട് ഗിരിജ ചേച്ചിയുടെ അനുഭവം എന്തായാലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ. കൂടാതെ എനിക്ക് ദിവസവും 2 വീഡിയോ അയച്ചു തരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ. അപ്പം അത് എവിടുന്നാണെന്നുള്ള അതിനൊക്കെ സമയം എവിടുന്നാണ് എല്ലാവർക്കും മറുപടി പറയുന്നു. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. അപ്പം നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഉള്ളത് എനിക്കും പേഴ്സണലായിട്ട് അയച്ചു തരണേ. വേറെ എന്താ വിശേഷം? കേൾക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ജയ് ശ്രീ രാധേ രാധേ. മോനെ, ഞാൻ ഈ തൃഭദ്രം കുടുംബത്തിലെ ഒരു കണ്ണിയാണ്. എനിക്ക് ഈ വൈശാഖ മാസത്തില് കണ്ണനെ കാണാൻ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ ആ തിരുനടയിൽ എത്തിക്കണമെന്നും എൻ്റെ ഒരു സങ്കടകരമായിരിക്കുന്ന കാര്യത്തിന് പരിഹാരം കാണിച്ചു തരണേ എന്നും അപേക്ഷ വെച്ചിരുന്നു കണ്ണൻ്റെ അടുത്ത്. അത് സാധിപ്പിച്ചു തന്നു എനിക്ക്. അങ്ങനെ ഞാൻ പൊന്നുണ്ണിയെ കാണാൻ പോയി ദീപാരാധന തൊഴാൻ അവസരം കിട്ടി. തിരക്ക് കൂടുതലായിരുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട അലങ്കാരത്തിൽ നന്നായി കാണാൻ സാധിക്കണമെന്ന് പറഞ്ഞാണ് അകത്ത് കയറിയത്. വളരെ മനോഹരമായി മുരളി ഊതി നിൽക്കുന്ന പൊന്നുണ്ണിയെ കണ്ടു. എൻ്റെ തൊട്ട് മുന്നിൽ ഒരു മുത്തശ്ശി വന്ന് നിന്നിട്ട് ആ ജീവനക്കാരോട് പറഞ്ഞു, ഞാൻ കണ്ടില്ല, എനിക്ക് കാണണമെന്ന് പറഞ്ഞു ആ മണ്ഡപത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ അടുത്ത് നിന്നു. ഭാഗ്യമെന്ന് പറയാം, അവർ ആ മുത്തശ്ശിയെ അവിടെ നിർത്തി. അതിൻ്റെ കൂടെ ഞങ്ങളും കുറച്ച് സമയം നിന്ന് നന്നായി തൊഴാൻ കണ്ണൻ അവസരം തന്നുട്ടോ. പിന്നീട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കുറേ വഴിപാടുണ്ടായിരുന്നു. താമരമുട്ടും മഞ്ചും മലയും പട്ടും പഴവും അങ്ങനെ എല്ലാം ഞാൻ ഭഗവാന് സമർപ്പിച്ചിട്ട് പറഞ്ഞു, കണ്ണ ഇതെല്ലാം നിനക്കുള്ളതാണ്, എടുത്ത് കഴിക്കണമെന്നും എടുത്തതായിട്ട് എന്നെ അറിയിക്കണമെന്നും പ്രാർത്ഥിച്ചു നിന്നു. പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്ന് ആരോ തോണ്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, അതിൽ നിന്നൊരു മഞ്ച് തരുമോ എനിക്ക് എന്ന്. എനിക്കുണ്ടായ സന്തോഷം കണ്ണൻ മിഠായി എടുത്തു എന്ന് രാധാറാണി എന്നെ അറിയിച്ചതായിട്ട് എനിക്ക് തോന്നി. അതല്ലേ സത്യം മോനെ, എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. എഴുത്തൊത്തിരിയായോ. പിറ്റേ ദിവസം തൊഴുതത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള അലങ്കാരമായിരുന്നു. ഉച്ചപൂജാലങ്കാരം വെണ്ണയും മുരളിയുമായി നിൽക്കുന്ന കണ്ണനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതേ രൂപം തൊഴുതു അവിടെ പുറത്തിറങ്ങി നിന്ന് അലങ്കാരം പറയാനും ഭഗവാൻ അനുഗ്രഹിച്ചു. ഇതും എൻ്റെ ഭഗവാൻ അറിയുന്നു എന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് കൂത്തമ്പലത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു ജീവനക്കാരൻ ഒരു കൊട്ടയിൽ മാലകളും താമരമുട്ടും വെറ്റിലയും മഞ്ഞപ്പട്ടും ആരോ ചാർത്തിയ നാമമാലയും കൊണ്ട് വച്ചിട്ട് പറഞ്ഞു, ഇതെടുത്തോളൂ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു. ഭഗവാൻ എനിക്ക് തന്ന സമ്മാനമല്ലേ, ഞാൻ എന്താ പറയേണ്ടത്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പിന്നെ പ്രസാദം വാങ്ങാൻ ചെന്നപ്പോൾ കണ്ണൻ്റെ പുതിയ അമ്മയെ കണ്ട് തൊഴാനും സാധിച്ചു കേട്ടോ. 1/2 ലിറ്റർ പായസം ചീട്ടാക്കി എനിക്ക് 1 ലിറ്റർ പായസം തന്നു കണ്ണൻ. ഇതെല്ലാം ഈ വൈശാഖ മാസത്തിൽ എനിക്ക് കിട്ടിയ ചെറിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമായിട്ട് കരുതുന്നു. ഇത് ചുരുക്കിയാണെങ്കിലും മോന് ത്രമധുരത്തിൽ പറയാൻ സാധിച്ചാലേ എല്ലാവരും അറിയും, നമ്മൾ കണ്ണനെ അറിയാൻ ശ്രമിച്ചാൽ കൂടെ ഉണ്ടാവുമെന്ന്. ഹരേ കൃഷ്ണ, ഹരിശരണം, ഹരി മാത്രം ശരണം. എന്താ പറയേണ്ടത്? ഗിരിജ ചേച്ചിയുടെ കൂടെ കണ്ണനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഉച്ചപൂജാലങ്കാരം ചൊല്ലിയിടും ഗ്രൂപ്പിൽ. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. മൾട്ടി ടാലൻറ്റഡ് എന്നൊക്കെ പറയില്ലേ, അമ്മ എപ്പോഴും പറയാറുണ്ട് എന്നോട്. ഗിരിജ ചേച്ചിയല്ലേ എന്താ ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ കുറേ ആളുകളുണ്ട്. സന്തോഷമാണ്. എനിക്കും പേടിക്കാനില്ല ഒന്നും. എല്ലാവരും അവരങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. ഹരേ കൃഷ്ണ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ.